കിരണേ, അനുവിനെ ആരവിനെയും നമ്മൾ അവിടെ ഉപേക്ഷിച്ച് വരാൻ പാടില്ലായിരുന്നു. അതിന് നിനക്കെന്താ പ്രശ്നം? അവരെ നാട് തൊട്ട് നിർത്തിട്ട് വന്ന ആരവിനെ പോലീസ് പിടിക്കില്ലേ? അതെ, ആ ടെൻഷൻ എനിക്കും ഉണ്ട്. അനു ആരവും സേഫ് അല്ല. ഏത് സമയവും പോലീസിന്റെയോ രുദ്രന്റെ ചാരന്മാരുടെ കണ്ണിലോ പെടാം. നമ്മൾ അവരെ കാണുന്നതിന് മുൻപ് അവര് പോലീസിന്റെ രുദ്രന്റെ കൺമുന്നിൽ ചെന്ന് പെട്ടില്ലേ? എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. അതെന്തോ ഭാഗ്യം കൊണ്ടാ പിടിക്കപ്പെടാതിരുന്നത്. 2 ദിവസം അവർ ഒറ്റയ്ക്കാണ് സഞ്ചരിച്ചത്. അപ്പൊ പിടിക്കപ്പെടാത്തവര് ഇപ്പോഴും പിടിക്കപ്പെടില്ല. കിരൺ, ഇതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. യോജിക്കാൻ കഴിയാത്തവർക്ക് ഈ മുറി വിട്ട് പുറത്തു പോവാം. കിരണേ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് യോജിക്കാത്ത വാക്കുകളൊന്നും നീ പറയല്ലേ. ഓ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് യോജിക്കാത്ത പ്രവർത്തികൾ ചെയ്യാം, പക്ഷെ പറയാൻ പാടില്ല. നീ എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും ഞാൻ പറയാനുള്ളതൊക്കെ പറയും. നമ്മൾ 2 ദിവസം അലിഞ്ഞു നടന്നത് അനുവിനെ ആരവിനെ കണ്ടെത്താനല്ലേ. എന്നിട്ടിപ്പോ അവരെ കണ്ടുകിട്ടിയപ്പോ നീ അവരെ വണ്ടി കയറ്റാതെ പോകുന്നത് തീരെ ശരിയായില്ല. കിരണേ, നമ്മൾ നമ്മുടെ വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്തു. അവരുടെ ഭാഗം കൂടി ചിന്തിക്കണ്ടേ? ആരവനെ അന്വേഷിച്ച് നടക്കുന്ന പോലീസിന്റെയും രുദ്രന്റെ സ്ഥലത്താ നമ്മൾ അവരെ ഒറ്റയ്ക്കാക്കി വന്നേക്കുന്നത്. അവരുടെയൊക്കെ കയ്യിൽ നിന്നും അനു ആരവും തലനാരിഴക്കല്ലേ രക്ഷപ്പെട്ടത്. നിന്റെ പെരുമാറ്റം അനുവിനും ആരവിനും വല്ലാത്ത വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അനുവിന്റെ മുഖം ഓർത്തിട്ട് എനിക്ക് സങ്കടം വരുന്നു. അവരിങ്ങോട്ട് വരാതെ മറ്റെവിടേക്കെങ്കിലും പോകുന്ന എന്റെ പേടി. അനുവിന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായി, അത് ശരിയാ. എന്ന് കരുതി അവളെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ആരവിനെ നമുക്ക് സംരക്ഷിക്കണ്ടേ? നമ്മൾ അവന് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ? അവരെ കണ്ടപ്പോ പറയാവുന്ന വാക്കുകളൊക്കെ നീ പറഞ്ഞു. എന്നിട്ട് വണ്ടി കയറുന്നത് നീ തടയുകയും ചെയ്തു. അത് കഷ്ടായി പോയി. അവർ രണ്ടുപേരും നമ്മൾ പോകുന്നത് നോക്കി നിൽക്കുന്ന കണ്ടപ്പോ എന്റെ ചങ്കു പെടഞ്ഞുപോയി. നിന്റെ മനസ്സ് കല്ലായി പോയോ കിരണേ? എന്നെ നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. ഒന്ന് കോംപ്രമൈസ് ആയിക്കൂടെ? എന്ത് കോംപ്രമൈസ്? ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കണോ? എന്നെ അതിനൊന്നും കിട്ടില്ല. 2 ദിവസം അവരെ ഓർത്ത് നമ്മൾ അനുഭവിച്ച മാനസിക സംഘർഷം അവരും കൂടെ ഒന്ന് അറിയട്ടെ. അവരിങ്ങോട്ട് വരണ്ടെന്നാണോ നിന്റെ നിലപാട്? ഇങ്ങോട്ട് വരാനല്ലേ അവര് വന്നത്, ഇങ്ങോട്ട് തന്നെ വന്നോളൂ. ഈശ്വര, വരുന്നവിടെ രുദ്രന്റെയോ പോലീസിന്റെ കൈപ്പെട്ട ആകെ പ്രശ്നമാവുമല്ലോ. മതി, നിർത്ത്. ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. ഇത് ഞാൻ അവർക്ക് കൊടുത്ത പണിഷ്മെന്റാ. കിരണേ, കിരണേ, വൃന്ദേ, അനു ആരവ് ഇങ്ങോട്ട് വരുമോ? എനിക്കറിയില്ല. നമുക്ക് ചെന്നവരെ കൂട്ടിക്കൊണ്ടു വന്നാലോ? ഞാനത് ചെയ്യില്ല. നമ്മളത് ചെയ്താ അത് കിരണെ ഒറ്റപ്പെടുത്തലാവും. ഇക്കാര്യത്തിൽ കിരണിന്റെ പെർമിഷൻ ഇല്ലാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. കിരൺ ആകെ ഇടഞ്ഞിരിക്കുകയാണല്ലോടി. അവളിടഞ്ഞ ആനെ പോലെയാ, മേരിക്കാൻ പാടാ. നീ എങ്ങോട്ടെങ്കിലും മാറി നിൽക്ക്. ആരെങ്കിലും കണ്ടാൽ അടുത്ത പണിയാവും. അനു, നീ അകത്ത് വെക്കോ, ഞാൻ എങ്ങനെയെങ്കിലും ചാടി വന്നോളാം. നീ എങ്ങനെ വരാനാ? നടക്കാത്ത കാര്യം പറയല്ലേ. നിന്നെ അകത്ത് കയറ്റാൻ വല്ല വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഈ അമ്പിളിച്ചേച്ചി ഇതെങ്ങോട്ട് പോയി? അതെ, എങ്ങനെ കേറാനാ? അമ്പിളിച്ചേച്ചി ഇവിടെ ഇല്ല. അയ്യോ, അമ്പിളിച്ചേച്ചി, അവൻ ഇത്ര പെട്ടെന്ന് മുങ്ങിയോ? ആ, അനന്യായിരുന്നോ? കൂട്ടുകാർ അനന്യെ വഴി കളഞ്ഞിട്ട് പോയോ? അവര് കുറച്ചു മുന്നേ വന്നതേ ഉള്ളൂ. അത് പിന്നെ ചേച്ചി, എനിക്ക് വേറൊരിടത്ത് പോവാനുണ്ടായിരുന്നു. അതുകൊണ്ടാ അവർക്കൊപ്പം വരാൻ പറ്റാതിരുന്നെ. ഞാൻ ഇവിടുന്ന് പോയത് ഇവരാരും അറിഞ്ഞിട്ടില്ലേ?
ഫ്രണ്ട്സ് അക്കാര്യം ഇവിടെ ആരെയും അറിയിച്ചിട്ടില്ലെന്നാ തോന്നുന്നു. ഫ്രണ്ട്സുമായി ഇവള് തല്ലിപ്പിരിഞ്ഞ ലക്ഷണം കാണുന്നുണ്ടല്ലോ. ഈ സമയത്ത് ഇവള് നമ്മൾ എന്ത് ചെയ്താലും ഇവളുടെ ഫ്രണ്ട്സ് ചോദിക്കാൻ വരില്ല. ഫ്രണ്ട്സ് ഇപ്പൊ എനിമീസ് അല്ലേ? അവളെ നമുക്കൊന്ന് കണ്ടാലോ? വാടി. അവിടെ നിക്കടി. നീ എന്തടി തനിച്ചു വന്ന? നീയും ഫ്രണ്ട്സും തമ്മിൽ ഉടക്കോടി. നിന്റെ ഫ്രണ്ട്സ് നിന്നെ വഴി കളഞ്ഞിട്ട് എന്തിനാ വന്നത്? നിങ്ങൾ തമ്മിൽ വഴിയിൽ വെച്ച് അടി നടന്നോടി. ഞങ്ങൾക്കിടയിൽ ഒരടി നടന്ന് ഞങ്ങൾ 5 പേരും തല്ലിപ്പിരിഞ്ഞു പോണോന്ന് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണെന്ന് എനിക്കറിയാം. നിന്റെയൊക്കെ ആ മോഹേ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. വെറുതെ ഇങ്ങനെ മോഹിച്ചോണ്ട് നടക്കേയുള്ളൂ. നിന്റെ ഫ്രണ്ട്സ് നിന്നെ വണ്ടി കയറ്റാതെ വന്ന എന്താ? നിന്നെ അവര് വണ്ടി ഇറക്കി വിട്ടതല്ലേടി? പറയാനേ മനസ്സില്ല. വിട്. നീയും ഫ്രണ്ട്സും തമ്മിൽ ഉടക്കല്ലെങ്കിൽ നിന്നെ സഹായിക്കാൻ അവര് വരട്ടെ. എന്നിട്ട് നിനക്ക് പോവാം. നിന്നെ ഇതുപോലെ ഒറ്റയ്ക്കൊന്ന് കിട്ടാൻ കാത്തിരിക്കായിരുന്നടി ഞങ്ങള്. ഒറ്റയ്ക്ക് നടന്ന നീയൊക്കെ എന്ത് ചെയ്യുന്ന? ഒരു ചുക്കും ചെയ്യില്ല. വഴി മാറില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മേഘയെ പോലെ വെളിച്ചപ്പാടാവൂ. മേഘയെ പോലെ ഇവള് വെളിച്ചപ്പാടായ നീയൊന്നും താങ്ങില്ല പിള്ളേരെ. അതുകൊണ്ടേ ഇവളെ തൊടാതങ്ങ് വിട്ടേരെ. തൊട്ടാ മേല് നോവും. അവിടെ നിക്കടി. എന്തോടി നീ മിണ്ടാതെ നിൽക്കുന്ന? നാവില്ലേ നിനക്ക്? നിന്റെ ഫ്രണ്ട്സിനെ വിളിക്കടി. വരുമെന്ന് നോക്കട്ടെ. വിളിക്കടി വിളിക്കടി നിന്റെ ഫ്രണ്ട്സിനെ. നീയൊക്കെ എത്ര കൊണ്ടാലും പഠിക്കില്ലല്ലേ? എവിടെയാണ് നിന്റെ ഫ്രണ്ട്സ് ഇപ്പോ? അനു, കൊടുക്കേണ്ടതേ കൈയോടങ്ങ് കൊടുത്തേക്ക്.